കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നിങ്ങളുടെ ഇന്നേ ദിവസം കടന്നു വരാനിടയായതിൻ്റെ കാരണം, പണ്ട് നമ്മൾ ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മയിലുണ്ടായിരുന്ന സഹോദരങ്ങളെല്ലാം ചേർത്ത് ദൈവവചനം ധ്യാനിക്കണം, പഠിക്കണമെന്നുള്ള ഒരാഗ്രഹം, ഒരു താല്പര്യം നാളുകളായി എൻ്റെ ഹൃദയത്തിലുണ്ട്. പ്രിയ കർത്താവിൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരുമിച്ച് ഇവിടെ കൂടുക, അല്ലെങ്കിൽ കുട്ടപ്പച്ചാൻ്റെ കൂടെ കൂടുക, അല്ലെങ്കിൽ ജോണച്ചാൻ്റെ കൂടെ കൂടുക, ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൂടി സഹോദരന്മാരുടെ മധ്യത്തിൽ ഒരുമിച്ചിരുന്ന് ദൈവവചനം ധ്യാനിച്ച്, പണ്ട് നമുക്ക് കർത്താവിൻ്റെ ദാസിൽ നിന്ന് പകർന്ന് നൽകപ്പെട്ട ആ വചനത്തിൻ്റെ നിർമ്മലത, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ അതിൻ്റെ തനിമയിൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടി വന്നത്. നമ്മുടെ ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നിരിക്കുന്ന പാസ്റ്റർ ജോസാണ്. ആദ്യം കുറച്ച് സമയം ഞാൻ വചനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കാൻ എനിക്ക് ഒരു പ്രേരണ കിട്ടി ദൈവാത്മാവിൽ. അതുകൊണ്ടാണ് ഞാൻ അല്പസമയം എടുക്കാൻ താല്പര്യപ്പെടുന്നത്. അതിനുശേഷമുള്ള സമയം അദ്ദേഹം അത് വേണ്ട രീതിയിൽ നമ്മുടെ മധ്യത്തിൽ വിനിയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആവശ്യമായ മന്ന, സ്വർഗീയ മന്ന കർത്താവേ അവിടുന്ന് തരണമേ, ദൈവവചനം തരണമേ. അത് ഒരുക്കപ്പെട്ട നിലം പോലെ ഏറ്റെടുത്ത് ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഇപ്പോൾ കേൾക്കാനില്ല. വല്ലതും തരണമേ, അത് തരണമേ, ഇത് തരണമേ. ലോകത്തുള്ള ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി തലയറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളും കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ സത്യവചനം, പഥ്യവചനം ഗ്രഹിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ കുറവാണ്. നമ്മുടെ ഇടയിൽ അതുണ്ട് എന്നുള്ളത് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മുഖോറ് പറഞ്ഞ് സമയം കളയുന്നില്ല. ഞാൻ ഇന്നലെ ഇച്ചിരി തിരക്കായിരുന്നു ഒരാഴ്ച. അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ വീട്ടിൽ വന്ന് വിശ്രമിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ ചില ചിന്തകൾ തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച് തന്നത്. അത് കവിവാചകം പോലെ പറഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസിന് സമയം കൊടുക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള ഭാഗം. ആ ആ ആ ആ സ്തോത്രം. ആമേൻ. മതി. പ്രവൃത്തി പുസ്തകം 20-ന്റെ 17 മുതൽ 33 വരെയുള്ള വാക്യത്തിലെ വിഷയം സംക്ഷിപ്ത രൂപമായി പറഞ്ഞ് കർത്താവിൻ്റെ ദാസന് സമയം കൈമാറാൻ താല്പര്യപ്പെടുക. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ ഈ പ്രവൃത്തി പുസ്തകത്തിലെ ഈ വേദഭാഗം ആരോട് പറയുന്നു? മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അപ്പോൾ സഭയിലെ മൂപ്പന്മാരോട് പൗലോസ് പറയുക, നമ്മളെല്ലാവരും ഇവിടെ മൂപ്പന്മാരാണ്. 2 പേര് മാത്രമേ ഉള്ളൂ ഇല്ലാത്തതെന്ന് തോന്നുന്നു, ജൂലിയും സാലി. നമ്മളെല്ലാം കർത്താവിൻ്റെ ദാസന്മാരാണ്, ചെറിയ തോതിലെങ്കിലുമൊക്കെ വേല ചെയ്യുന്നവരാണ്. അപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മൂപ്പന്മാരോട് പൗലോസിന് അറിയിക്കാനുണ്ടായ ഘനമായ ചില വിഷയങ്ങൾ കവിവാചകം പോലെ നമ്മൾ ചിന്തിക്കാൻ പോവുക. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. സ്തോത്രം. മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ കൂട്ടിവരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞതെന്തെന്നാൽ, അപ്പോൾ ശുശ്രൂഷകന്മാരോടുള്ളൊരു ദൂതായിട്ടാണ് ഈ വേദഭാഗം നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, പല മെസ്സേജുകളിലൊക്കെ ഇത് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുക. ഞാൻ ആസിയയിൽ നിന്ന് വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടി കർത്താവിനെ സേവിച്ചു വന്നുവെന്നും ഉണ്ടോ. അപ്പോൾ പൗലോസിൻ്റെ വേല എങ്ങനെയായിരുന്നു? വളരെ താഴ്മയോടെ കണ്ണുനീരോടെ യഹൂദന്മാർ തനിക്കെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടായപ്പോൾ ആ കഷ്ടങ്ങളോടുകൂടി കർത്താവിനെ സേവിച്ചു. നമുക്കും അത് തന്നെയുള്ളത്.
ആ പൗലൂസിൻ്റെ കാഴ്ചപ്പാട് ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ ആ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരായ ശിഷ്യഗണങ്ങൾ ചെയ്ത ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കഷ്ടങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ, ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ധൈര്യപ്പെടുവിൻ. ഇന്ന് ആ സുവിശേഷ വേല സുഖിയന്മാരുടെ വേലയായി മാറിയിരിക്കുക. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ സാധാരണ പറയാറുള്ള പദപ്രയോഗങ്ങൾ, സുവിശേഷം ഉപജീവന മാർഗമായി മാറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടം, സുവിശേഷം കൊണ്ട് ലാഭം കൊയ്യുന്ന ഒരു കാലഘട്ടം. ഇതിലിവിടെ പൗലോസ് പറയുന്നത്, വളരെ കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടിൽ ഉണ്ണിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടി ഞാൻ കർത്താവിനെ സേവിച്ചു എന്നും, അടുത്ത 20ന്റെ 20-ാം വാക്യം നിങ്ങൾ മനഃപ്പാടമാക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിച്ചു ഉപദേശിക്കുകയും ചെയ്തുവെന്നും, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും കർത്താവായ യേശുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് അറിയുന്നു. അപ്പൊ എന്താ ശുശ്രൂഷ? എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു വേദഭാഗമായത്. എന്താ ശുശ്രൂഷ? പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ. എന്താ ഈ പ്രയോജനമുള്ളത്? വീട് തരുന്നത്, കാറ് തരുന്നത്, ലോറി തരുന്നത്, ജോലി കിട്ടുന്നത്, വിസ കിട്ടുന്നത്, ഭൗതികമായി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണോ പ്രയോജനമുള്ളത്? അല്ല. എന്താ പ്രയോജനം? നിത്യതയ്ക്ക് വേണ്ടിയുള്ളത്, സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി, ദൈവരാജ്യത്തിലേക്ക് വേണ്ടിയുള്ള ദൈവിക ഘനമായ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു. ഇനിയിപ്പോൾ അതാണോ സുവിശേഷ വേല? വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന മൂപ്പന്മാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പൗലൂസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കും പറയാം, വേറൊന്നും പറയാനില്ല. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളോടും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും, ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. യഹൂദന്മാരും നമ്മുടെ മധ്യത്തിൽ, യവനന്മാർ ജാതികളാണ്. നമ്മളിപ്പോൾ ജാതികളുടെ മധ്യത്തിൽ വരുന്നത് ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പ്രയോജനമുള്ളത്. എന്താ പ്രയോജനമുള്ളത്? നിത്യതയ്ക്ക് വേണ്ടിയുള്ളത്. എന്താ പ്രയോജനമുള്ളത്? സ്വർഗീയമായത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് എനിക്ക് കർത്താവ് തന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീയമായിട്ടാണ്. നമ്മെ കർത്താവ് രക്ഷിച്ചത് നിത്യതയിലേക്കുള്ള ആ രക്ഷയാണ് നമുക്ക് തന്നത്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ട ആരോട് പറഞ്ഞു, ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന വചനങ്ങൾ നിത്യജീവൻ്റെ വചനങ്ങളാണ്. നമ്മൾ ആളെ കൂട്ടി തോത്രാഴ്ച പിടുങ്ങാനും ഊതിയിടാനും ഉന്തിയിടാനും കുരപ്പിക്കാനും ചിരിപ്പിക്കാനും ഛർദ്ദിപ്പിക്കാനും ആൾക്കാരെ എന്താ പറയുക, അവരുടെ ഭൗതികം കവർന്നെടുക്കാനുള്ള ചെപ്പടി വിദ്യയല്ല നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താ ചെയ്യുന്നത്? നിത്യജീവൻ്റെ മൊഴികൾ. അങ്ങനൊരു പാട്ടുണ്ടല്ലോ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങോ പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവസമ്പത്തേശുവേ. ഇത് പാടിക്കൊണ്ടൊക്കെ നടക്കുമ്പോൾ ആൾക്കാരും, പക്ഷെ ആ പാട്ട് പോലെ ഒന്നും ജീവിതം പോകുന്നില്ല. നിത്യജീവൻ്റെ മൊഴികളാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ പ്രസ്താവിച്ച് പരസ്പരം ആത്മീയ വർധന വരുത്തി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രിയ അച്ചായൻ രോഗാവസ്ഥയിലായിരുന്നു, അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു. അവിടെ ഞാൻ പോയത് എനിക്ക് അനുഗ്രഹം. കാരണം നിത്യജീവൻ്റെ മൊഴികൾ ഈ റേഷൻ കണക്കിന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് കിട്ടുന്നത് മുഴുവൻ പാർട്ടായിട്ട് ഞാൻ ആ കർത്താവിൻ്റെ ദാസന് പകർന്നു കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമായി. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു, ദേവദാസനെ അയച്ച വചനങ്ങളെ തന്നല്ലോ കർത്താവേ, സ്തോത്രം. അപ്പോൾ ഒരു നിസ്സാരമായിട്ടത് തോന്നിയാലും ഒരാൾക്ക് ആവശ്യമായ വചനങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ പറയാനായിട്ട് ഇവിടെ ഇടയായെന്നുള്ളത് ഞാൻ നന്ദിയോട് ഓർക്കുന്നു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്ത് പറയുന്നത്, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യമായിട്ട്. പൗലൂസ് ബന്ധിക്കപ്പെട്ടത് എങ്ങനെയാ? പറഞ്ഞോ, നിങ്ങൾ തന്നെ പറ. പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടു. ഇന്നത്തെ പാസ്റ്റർമാർ ബന്ധിക്കപ്പെടുന്നത് എങ്ങനെയാ? പറഞ്ഞു. പിശാചിൻ്റെ ആത്മാവിനാൽ. സംശയം വല്ലതും ഉണ്ടോ? ഞാനത് തെളിച്ച് പറയാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
ഓരോരുത്തരുടെ ശുശ്രൂഷകളും ഓരോരുത്തരുടെ ദൈവവചന പ്രഘോഷണങ്ങളും രീതികളും ഒക്കെ കണ്ടുവരുമ്പോൾ അവരെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. അവിടെ കിടന്നുകൊണ്ട് എന്ത് കാണിക്കുക? പരപരമേശ പരപരളീശ നീ എത്ര ഡിസ്കോ ഡാൻസ് നടത്തുക, ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക. ഈ ദൈവവചനത്തിന് വിരോധമായി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവികമല്ല, ദൈവാത്മാവിൽ ചെയ്യുന്നതല്ല, അത് പരിശുദ്ധാത്മാവിൽ ചെയ്യുന്നതല്ല, അത് പിശാചിൻ്റെ ആത്മാവിനാൽ ചെയ്യുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പൗലോസ് പറഞ്ഞു, ഞാൻ എങ്ങനെ ബന്ധിക്കപ്പെട്ടു? ഇപ്പോൾ ഞാനിതാ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബന്ധനം തന്റെ മേലുണ്ട്. അതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലും ആത്മാവിനാൽ പിടിക്കപ്പെട്ടവനായി ആത്മാവിനാൽ ഉപദേശിക്കുന്ന വചനങ്ങൾ പറഞ്ഞും ദൈവാത്മാവിൽ ജനത്തെ പ്രബോധിപ്പിക്കുന്ന മനോഹരമായ ഒരു അവസ്ഥയാണ് തൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. നമ്മളും അങ്ങനെ ആയിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ആത്മനിയോഗത്താൽ ആത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകളും എല്ലാം മുമ്പോട്ട് പോകാനിടയായിത്തീരും. ഞാൻ സാധാരണ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടതുകൊണ്ടായില്ല, സ്നാനപ്പെട്ടതുകൊണ്ടായില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ടായില്ല, ആത്മാവിനനുസരിച്ച് നടക്കണം. ആത്മാവിനനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആത്മഫലങ്ങൾ, ആത്മവരങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. വരങ്ങൾ കുറഞ്ഞിരുന്നാലും ഫലം ഉണ്ടാകണം. ഫലം എന്തൊക്കെയാണ്? ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയ്ക്ക് വിരോധമായി ഒരു പ്രമാണവുമില്ല. കുറഞ്ഞ പക്ഷം ആത്മാവിനാൽ ശുശ്രൂഷിക്കുമ്പോൾ ആത്മഫലത്താലും വരത്താലും, വരം കുറഞ്ഞിരുന്നാലും ആത്മഫലങ്ങൾ നമ്മളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്നു, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ഇനി ഞാൻ മുമ്പോട്ട് പോവുക. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ ഇവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പോൾ പൗലൂസിൻ്റെ ശുശ്രൂഷയിൽ കാത്തിരിക്കുന്നത് എന്താ? അമേരിക്കയിൽ പോയപ്പോൾ ലണ്ടനിലേക്കുള്ള വിസ, പിന്നെ അവിടെ നിന്ന് ഞാൻ സൗദി അറേബ്യ ജോലി ചെയ്ത ആളുകൊണ്ട് എനിക്കറിയാം. സൗദി അറേബ്യയിൽ വന്ന പാസ്റ്റർമാർ അവിടെ വന്നിരുന്നിട്ട് ശുശ്രൂഷകന്മാരായ ഞങ്ങളൊക്കെ ചെറിയ ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു. ഞങ്ങൾ ചോദിക്കും, പക്ഷേ ഒമാനിൽ ആരെങ്കിലും ഉണ്ടോ? ദുബായിൽ ആരെങ്കിലും ഉണ്ടോ? പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ശുശ്രൂഷകന്മാരുണ്ടോ? എന്തിനായി ചോദിക്കുന്നേ? എവിടെ ഉള്ളിക്കിടപ്പ് എന്താ? ഭൗതികം അടിച്ചെടുക്കണം. ഈ തവള ചാടുന്ന പോലെ ഇവിടെ നിന്ന് അവിടെ ചാടി, അവിടെ നിന്ന് ഇവിടെ ചാടി, ഒരു 3-4 രാജ്യങ്ങളിൽ ചാടി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 10-25 ലക്ഷം രൂപ സമ്പാദിച്ചു കൊണ്ടുപോയി ജഡത്തെ സുഖിപ്പിച്ച് ലോകപ്രകാരം ജീവിച്ച് സുവിശേഷ വേല ചെയ്യണം. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം, നിങ്ങളുടെ എനിക്കെന്നറിയില്ല. സുവിശേഷ വേല എന്ന് പറഞ്ഞ് ഗൾഫ് നാടുകളിലും അമേരിക്കൻ നാടുകളിലും കയറി ഇറങ്ങി നിരങ്ങുന്ന ഒരെണ്ണവും സുവിശേഷ വേലയല്ല ചെയ്യുന്നത്. അവർ ധനസമ്പാദികളാണ്, അവർ ദ്രവ്യാഗ്രഹികളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ് എന്താ ഇങ്ങനെയൊക്കെ പറയണത്? എടാ, ദൈവം അയക്കുന്നെങ്കിൽ പൊക്കോ. എന്നോടൊരു പാസ് ചോദിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചു, എന്തിനാ? ഞാനൊന്ന് പോകാൻ ആഗ്രഹിക്കുക, ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇന്ന് കണക്ട് ചെയ്തെന്ന ഒരു ശുശ്രൂഷ കിട്ടുമല്ലോ. പലരും ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷെ ഇവിടെ പൗലോസ് എന്താ പറഞ്ഞേ? ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാ പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. അടുത്ത പറയുന്നത്, ഞാൻ മുമ്പോട്ട് പോവാ, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അടുത്ത, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന അപ്പൊ എനിക്ക് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികച്ചാൽ മതി. എനിക്ക് ഗൾഫിലും പോണ്ട, ലണ്ടനിലും പോണ്ട. എൻ്റെ അറിയല്ല പോലീസ് പറയുന്ന, ലണ്ടനിലും ദുബായ് എങ്ങും പോണ്ട. എനിക്ക് കർത്താവ് ഒരു ശുശ്രൂഷ തന്നു. ആ ശുശ്രൂഷ തികച്ച് മുമ്പോട്ട് പോകണം. അത് തികച്ചോ? പറഞ്ഞാലുള്ളവരൊന്ന് പറഞ്ഞേ. കറക്റ്റ്. നല്ല പോലെ ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ ഗ്രേഡ് എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല എൻ്റെ പത്രികയിൽ പ്രിയം വെച്ച് ഏവർക്കും എന്ന് പറഞ്ഞ് പൗലൂസ് നിത്യതയിലേക്ക് പോയി വിശ്രാമ സ്ഥലത്ത് വിശുദ്ധന്മാരോടൊപ്പം വിശ്രമിക്കുക. ഇന്നത്തെ വിശുദ്ധന്മാർ എങ്ങോട്ടാ പോണേ? ഈ ദ്രവ്യാഗ്രഹികൾ. എൻ്റെ ഇച്ചിരി കട്ടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും പറയാറുണ്ട് കട്ടി. നമ്മൾ ഈ കട്ടി ഇതിൽ കുറയത്തില്ല, കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. കാര്യം അന്ത്യകാലം, ഇത് കുറച്ചു കാലം കൂടിയുള്ളൂ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം. ദൈവമക്കളെ, പൗലൂസിൻ്റെ ശുശ്രൂഷ എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ആ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ദർശനം ഉണ്ടല്ലോ,
അത് വളരെ മനോഹരമാണ്. അതാണ് യഥാർത്ഥ സുവിശേഷ വേല. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നുള്ളൂ. യേശുക്രിസ്തു തന്നൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, അത് തികയ്ക്കണം. തികച്ച് നല്ല പൂർവ്വം ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് താൻ ശുശ്രൂഷ തികച്ച് പോകാനിടയായി. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. അടുത്ത 25-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഞാൻ വായിച്ചു പോവുക. നിങ്ങളുടെ ഇടയിൽ അത് അവരോട് പറയുന്ന ഒരു ഭാഗമാണ്. പക്ഷെ എൻ്റെ ആദ്യത്തെ പാർട്ടാണ് എൻ്റെ വിഷയം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നു ഞാൻ. ഇന്നത്തെ പാസ്റ്റർമാരുടെ പ്രസംഗം എന്താ? നിങ്ങൾക്കറിയാം, വീടില്ലാത്തവന് വീട്, കാറില്ലാത്തവന് കാർ, ഒരുത്തൻ പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുക. കണ്ടില്ലേ? പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ്. ആർക്ക് വേണം ഫ്ലാറ്റ് വേണം, ആർക്ക് വേണം വീട് വേണം, ഞാൻ തരാം, എന്നാൽ പിടിച്ചോ. എന്നാൽ ഇവിടെ പറയുന്നത് പൗലോസ് ദൈവരാജ്യം പ്രസംഗിച്ചു. നിങ്ങൾ പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ എടുത്താട്ടെ. 28-ാം അധ്യായം താവിൻ്റെ ദാസം നമ്മുടെ മധ്യത്തിലുണ്ട്, ഞാൻ പെട്ടെന്ന് നിർത്താം. 28-ാം അധ്യായത്തിൽ അതിൻ്റെ 23-ാം വാക്യം വായിച്ചാൽ വിട്ടു പെട്ടെന്ന്. 23. പൗലോസിന്റെ പാർപ്പിടത്തിൽ വന്നു, അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. പൗലോസിന്റെ അടുക്കൽ വന്നവരെ മുഴുവൻ പൗലോസ് ശുശ്രൂഷിച്ച ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അടുത്ത മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ച് അത് വിട്ടുകളഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുത്തുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ സംസാരിച്ചു. ന്യായപ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അവരെ. മോശയുടെ ന്യായപ്രമാണത്തെ ആധാരമാക്കി മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ യേശു, പാപമോചകനായ യേശു, സ്വർഗരാജ്യത്തിലേക്ക് വഴിതെളിച്ചു തരുന്ന യേശുവിനെ കുറിച്ച് ജനത്തെ പ്രസംഗിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു. ഇനി അതിൻ്റെ 29-30 വാക്യങ്ങൾ കൂടി വായിക്കാം. 28-ന്റെ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. അതാ ശുശ്രൂഷകന്റെ വേല. ഈ കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും ഒക്കെ ചെയ്യുന്നവരുടെ പ്രധാന പണി എന്താണെന്നറിയാമല്ലോ? അവർക്കൊരു പുതിയ ശുശ്രൂഷ അവർ ഇറക്കി വിടുക ചെയ്യുന്നത്. നമ്മൾ ആരും പുതിയതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കേണ്ട. കർത്താവിൻ്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാർ എന്തു പറഞ്ഞോ എന്ത് ചെയ്തു അത് മാത്രം ചെയ്തു. അവരുടെ പ്രസംഗ വിഷയം ദൈവരാജ്യമായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മഹത്വം എന്തായിരുന്നു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്തായിരുന്നു? ദൈവരാജ്യം, സ്വർഗരാജ്യം. ഇന്നത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്ക് എന്തു പറ്റി ഇത് പറയാൻ കഴിയാത്തതിൻ്റെ കാരണം? ഇവിടെ നേരത്തെ വന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുക, എല്ലാത്തിനെയും ബന്ധിച്ചിട്ടിരിക്കുക പിശാച്. പൗലോസ് ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് ശുശ്രൂഷ വൃന്ദങ്ങളിൽ എല്ലാവരുമല്ല, നല്ലൊരു ശതമാനവും അവർ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെടുന്നതിന് പകരം ദുരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് പിന്നെ ആ നിലയിൽ ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോവുക. ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് എനിക്ക് ആത്മാവിൽ പറയാനുള്ളത്, അങ്ങനെയുള്ള ശുശ്രൂഷകളെ ബോധപൂർവം വിട്ടൊഴിയുക. ഇല്ലെങ്കിൽ നിങ്ങൾ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം വായിച്ചാട്ടെ. സ്തോത്രം. അടുത്ത് എന്താ പറയുന്നത്? അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോകാതെ ഞാൻ 26-ാം വാക്യം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഇന്നേ ദിവസം ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയും. ഞാൻ ഈ വചനത്തിന് മുമ്പിൽ പറയുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് പലരും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും കട്ടിയായിട്ട് പറയുന്നത്. ഈ ലോകത്തിൻ്റെ നാനാ ഭാഗത്തിലേക്ക് മെസ്സേജ് പോകുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റിലേക്കും മറ്റു പല രാജ്യങ്ങളിലൊക്കെ പലരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞങ്ങളല്ല കുറ്റക്കാർ. ഈ പഥ്യവചനം, ഈ പഥ്യോപദേശത്തിനെതിരെ നിങ്ങൾ കേട്ട്, ദുരുപദേശങ്ങൾ കേട്ട്, അന്യതാപദേശം കേട്ട് നിങ്ങൾ നശിച്ചു പോയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇത് അന്ത്യകാലം, ഇനി അധികം സമയമൊന്നുമില്ല. ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്.
എൻ്റെ ഭരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഓരോ അറിയത്തില്ല. പക്ഷെ തീർത്തും പറയുക, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുക, സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിച്ച അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അല്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അടുത്ത വേഗത്തിലേക്ക് വരാം, 27ാമത്തെ വാക്യത്തിലേക്ക് വരാം. ആ മതി. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, ഈ വാക്യം വായിച്ചിട്ട് ഓഡിയൻസിനോട് ചോദിക്കാറുണ്ട്, അപ്പൊ ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ദൈവത്തിൻ്റെ ആലോചന മുഴുവൻ അറിയിച്ചു തന്നിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടാൽ ദൈവത്തിൻ്റെ ആലോചനയായി. ഈ മകനെയും മകളെയും എന്നൊന്നും വിളിച്ച് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. യൂദയും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് ജനത്തെ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. പ്രവചനം 14:3, 1 കൊരിന്ത്യർ 14:3. പ്രവചനം എന്താ എടുത്ത് വായിച്ചേ? 14:3 എടുത്ത് വായിച്ചേ. പടയെന്ന് വായിച്ചേ, പടപടയെന്ന് വായിച്ചേ. ഫോണുള്ളവർ ഫോണിൽ വായിക്കേ. ആ വാക്യം ദൈവാത്മാവ് തന്നു കഴിയുമ്പോൾ അത് വായിക്കണം നമ്മൾ. 14:3. ആ പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനവിന്, പ്രബോധനത്തിന്. ഇപ്പൊ അവസാന ആശ്വാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രവചനത്തില് ഇന്നത്തെ പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും പ്രവചിക്കുന്ന പ്രവചനത്തിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ആശ്വാസം. കീശയിൽ വല്ലതും വരുമോ? മക്കൾക്ക് ജോലി കിട്ടുമോ? വിസ കിട്ടുമോ? കാർ കിട്ടുമോ? വീട് കിട്ടുമോ? ലോറി കിട്ടുമോ? ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുമോ എന്നുള്ള പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ ആശ്വാസമേ ഉള്ളൂ. ഇന്നത്തെ പ്രവചനങ്ങളിൽ നല്ലൊരു പങ്കും. എന്നോട് ഒരു പ്രവാചകി പറഞ്ഞു, അച്ഛൻ എവിടെ നിന്നാണ് ഈ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വന്നത്? ഞാൻ പറഞ്ഞു, സൗദി അറേബ്യ. എന്നാൽ എത്രയും പെട്ടെന്ന് അച്ഛൻ അങ്ങോട്ട് തന്നെ ദൈവം മടക്കി അയക്കാൻ പോവാന്ന്. ഇത് പറഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. പ്രവാചകിയെ വേണമെങ്കിൽ ഞാൻ പറയാം, പക്ഷേ പരസ്യമായിട്ട് പറഞ്ഞ് ആക്ഷേപിക്കാൻ താല്പര്യമില്ല. സ്വതന്ത്രം. അവർ പ്രവചന വിശുഷ ചെയ്യുക. എന്ത് വിശുഷ ചെയ്യുക? അവർ തന്നെ ഒരിക്കൽ ഒരു ഗർഭിണിയെ നോക്കി പറഞ്ഞു, ആൺകുഞ്ഞിനെ ദൈവം തരാമ്പോൾ പ്രസവിച്ച കുഞ്ഞ് പെണ്ണായിപ്പോയി. അപ്പോൾ പ്രവചനത്തിൽ എന്ത് വില? എന്നാൽ യൂദയും ശീലാസും ഈ വചനങ്ങളെ പ്രബോധിപ്പിച്ചുറപ്പിക്കുമ്പോൾ അവർ പ്രവാചകന്മാരാണ്. പുതിയ നിയമ പ്രവചനം എന്നുള്ളത് ദൈവവചനം കൊണ്ട് ജനത്തെ പ്രബോധിപ്പിച്ചുറപ്പിക്കുമ്പോൾ അത് പ്രവചനമാണ് എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവൻ അറിയിച്ചു തന്നിരിക്കുന്നു പറയുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് എവിടെ പോകണം? ഫ്രാൻസിസ് സെബാസ്റ്റിനെ പൗലൂസ് പഠിപ്പിച്ചത് പട്ട് കേട്ടാൽ മതി, പത്രോസിൻ്റെ കേട്ടാൽ മതി, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായി അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം കേട്ടാൽ മതി. അത് ദൈവത്തിൻ്റെ ആലോചനയായി. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. സ്വത്രം സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. ഞാൻ അരമണിക്കൂർ എടുക്കുള്ളൂ, പേടിക്കണ്ട. ഇതെവിടെ? അടുത്ത വാക്യം. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ പൗലൂസിൻ്റെ ഒരു പ്രത്യേക ഉപദേശമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ അധ്യക്ഷരാക്കി വയ്ക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. എഫെസ്യ ലേഖനം 4:11 അധ്യക്ഷരാക്കി വെച്ചത് ആരാ? അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടകന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ദൈവസഭയുടെ അധ്യക്ഷന്മാരായി വെക്കുന്നത് ആരാണ്? IPCയിലെ സീനിയർ പാസ്റ്റർമാരല്ല, ഷാരോനിലെ സീനിയർ പാസ്റ്റർമാരല്ല, ചർച്ചപ്പോളിലെ സീനിയർ പാസ്റ്റർമാരല്ല. അവരൊക്കെ ആക്കി വെക്കുന്നത് ജഡപ്രകാരമുള്ള ആക്കി വെക്കലാണ്. ഒരു ഗുണവുമില്ല. ഞങ്ങളെ ദൈവദിനം പഠിപ്പിച്ച ദൈവവൃത്യൻ വയോവൃദ്ധം പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമാക്കി വയ്ക്കുന്നു, സംഘടനയാക്കി വയ്ക്കുന്നു, മൂന്നാമത്തത് സ്വയം കയറിയാകുന്നു. ഇന്ന് ആദ്യം പറഞ്ഞതില്ല, ബാക്കി രണ്ടുമേ ഉള്ളൂ. ദൈവമക്കളെ, ഈ അപകട മേഖല തിരിച്ച് അറിഞ്ഞ് മുൻപോട്ട് പോകാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കൂ, ദൈവമാക്കി വെച്ചതിന് എന്താ തെളിവ് പാസ്റ്റർ എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായം പറയാനില്ല. ദൈവമാക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. യോഹന്നാന്റെ സുവിശേഷം ദൈവമാക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം മുഴുവൻ കർത്താവിൻ്റെ വചനമാണ്. പുതിയ നിയമസഭയുടെ ഉപദേശമാണ്. ലേഖനങ്ങൾ പുതിയ നിയമസഭയുടെ ഉപദേശമാണ്.
ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളാൻ പറഞ്ഞാൽ വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം, ലേഖനാൽ തന്ന റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, വെളിപ്പാട് 1, 2, 3 കൂടി പ്ലസ് ചെയ്തോ, 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പുതിയ നിയമസഭയുടെ ഉപദേശമാണ്. ഇത് തമ്മിൽ പ്രബോധിപ്പിച്ച് കർത്താവിൻ്റെ വരുവേണ്ടി ഒരുങ്ങണമെന്നുള്ളതാണ്. അതിനവിടെ പറയുന്നത് അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇനി അടുത്ത് പറയുന്നത്, ഞാൻ പോയ ശേഷം വായിച്ചാട്ട് പഠിപ്പിച്ച ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. കൊടിയ ചെന്നായ്ക്കൾ. ഇവിടെ ഇത് പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈ ചെന്നായ്ക്കളെ കുറിച്ച് കർത്താവ് പരാമർശിച്ച പരാമർശം അറിയാവുന്നവരെടുത്ത് പറഞ്ഞു ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ കൊടിയ ചെന്നായ്ക്കളെന്നല്ല പറഞ്ഞു. അതാ എൻ്റെ രസം. 15-ാം വാക്യം, 7-15. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ ചെന്നായ്ക്കളെന്ന് പൗലൂസ് പറഞ്ഞ എന്താ? കൊടിയ ചെന്നായ്ക്കൾ. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് ഈസിക്കൽ ടു അപ്പോസ്തലന്മാരുടെ ഉപദേശം. എനിക്കിവിടെ ഒത്തിരി പറയാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു പ്രധാന സബ്ജക്റ്റാണ്. പാസ്റ്റർമാർക്ക് അറിയാതെ കിടക്കുന്ന വിഷയമാണ്. 16 വേണമെങ്കിൽ എന്നടുത്ത് വായിക്കാം. ലൂക്കോസ് 16-ന്റെ അതൊക്കെ ലോകം മുഴുവൻ ആസൂത്രം മനസ്സിലാകാതെ കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ വായിക്കാം, പെട്ടെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. 16-ന്റെ 12 മുതൽ ഉണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കാര്യങ്ങൾ പലതാണ് നടന്നത്. ഒന്ന്, കർത്താവ് പറഞ്ഞ് തീർക്കാതെ വിട്ടുകളഞ്ഞത് മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കുകയും കർത്താവ് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയത് ഓർപ്പിച്ചു തരികയും ചെയ്യും. ഇതാ മഹത്തരമായ ഒരു വേദഭാഗമാണ്. ഇത് നമ്മൾ ശ്രദ്ധയോടെ പഠിക്കണം. യോഹന്നാൻ 16-ന്റെ 12, 13 യോഹന്നാൻ 14-ന്റെ 25, 26 വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് പഠിച്ചുകൊള്ളുക. അപ്പോൾ ഇവിടെ ആട്ടിൻകൂട്ടം, പൗലൂസ് പറയുന്ന ആട്ടിൻകൂട്ടം ഏതാ? കൊടിയ ചെന്നായ്ക്കൾ. ഈ ആട്ടിൻകൂട്ടത്തിന് യോഹന്നാൻ പറയുന്ന ഒരു ഭാഗം പറയാനായിട്ട് ദൈവാത്മാവ് എനിക്ക് പ്രേരണയുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ 1-ാം ലേഖനം എടുക്കാം. സ്തോത്രം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. യെദുക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക യെദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴിക എന്ന് നമുക്കറിയാം. അപ്പം ആരാ ഈ കൊടിയ ചെന്നായ്ക്കൾ? യെദുക്രിസ്തുവിൻ്റെ പടയാളികൾ, ദുരുപദേശം പറയുന്നവർ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് വിപരീതമായി പറയുന്ന യെദുക്രിസ്തുവിൻ്റെ ആത്മാവുള്ള അനേക യെദുക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. ഈ ലേഖനം എഴുതുന്ന സമയത്താണ് സുമാർ 1-ാം നൂറ്റാണ്ടിലാണ് ഈ ലേഖനം എഴുതുന്നത്. അന്ന് ഈ കൊടിയ ചെന്നായ്ക്കളും അല്ലെങ്കിൽ ഈ യെദുക്രിസ്തുവിൻ്റെ പടയാളികൾ എഴുന്നേറ്റെങ്കിൽ ഇന്ന് അതേ ഉള്ളൂ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. പത്യോവചനം പ്രസംഗിക്കുന്ന, പത്യോപദേശം പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള വിരലെണ്ണാവുന്ന ഒരു ചെറിയ ശേഷിപ്പ്, റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ നല്ലൊരു പങ്കും ഞാൻ എല്ലാവരെയും അടച്ചു പറയുകയാണെന്ന് ആരും ചിന്തിക്കരുത്. ഒരു ചെറിയ ശേഷിപ്പ് പത്യോവചനം, പത്യോപദേശം പറഞ്ഞ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. അല്ലാത്തൊരു വലിയ ശേഷിപ്പ് പാട്ടും കൂത്തും നൃത്തവും ചപ്പും ചവറും ഒക്കെ പറഞ്ഞ് ജനത്തെ അവരുടെ ഭൗതികം ചൂന്നെടുത്ത് അവരെ നിത്യനാശത്തിലേക്ക് തള്ളിക്കളയുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും, പൗലൂസ് പറയുന്ന ഭാഷ പറഞ്ഞാൽ കൊടിയ ചെന്നായ്ക്കൾ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജാഗരൂകരായിരിക്കുക. അടുത്ത വാക്യത്തിലേക്ക് പോകാം. സ്തോത്രം. കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അവർ കടന്നു കഴിഞ്ഞു. അവരുടെ പ്രവൃത്തി എന്താ? 30-ാം വാക്യം വായിച്ചാട്ടോ. 20-30 നമ്മുടെ തീമായിട്ടുള്ള വിഷയം പ്രവൃത്തി പുസ്തകം 20. എനിക്കിതെല്ലാം കാണാതെ അറിയാം. പക്ഷെ ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതിൻ്റെ കാര്യം നിങ്ങളോട് ഒന്ന് മനസ്സിലാക്കാനാ. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ കൊടിയ ചെന്നാക്കളുടെ ശുശ്രൂഷ എന്താ?
കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞു വെച്ച ശുശ്രൂഷയ്ക്ക് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ. മതിയായല്ലോ? ക്ലിയർ ആയില്ലേ? ചെന്നായ്ക്കൾ ആരാണോ ആർക്കും ചിലർക്കും സംശയം, ഭയങ്കര സംശയം, ആരാ ഈ ചെന്നായി? ആട്ടിൻ തോല് ധരിച്ച ചെന്നായി എന്ന് കർത്താവ് പറഞ്ഞു. ആട്ടിൻ തോലെന്ന് പറഞ്ഞാൽ നല്ല ആടിനെ പോലെ, കുഞ്ഞാടിനെ പോലെ ഉള്ള ഷർട്ടും മീശയൊക്കെ വടിച്ച് നല്ല സൂപ്പർ ഒരു ഭക്തനായിട്ട് ഇങ്ങോട്ട് വരും. പ്രസംഗിക്കുന്നത് മുഴുവൻ വിപരീത ഉപദേശം. അവരാണ് കൊടിയ ചെന്നായ്ക്കൾ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ, ഈ ചെന്നായ്ക്കളെ വിട്ടൊഴിയുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വിപരീത ഉപദേശം പറഞ്ഞ പുരുഷന്മാരുടെ എഴുന്നേൽക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, കേട്ടോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൻ്റെ ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം മറിച്ച തത്ത പറയുന്ന പോലെ പറയാ സെബാസ്റ്റ്യൻ. കാരണം പഠിപ്പിച്ചപ്പോൾ ഇതൊക്കെ കേട്ട ആളാ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഉപദേശം കേൾക്കാം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ ഒരു ദൂതൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പാസ്റ്റർമാരെ അവരെ വിശേഷിപ്പിക്കുന്ന എന്താണെന്നറിയോ? അഭിഷക്തൻ വന്നിട്ടുണ്ട്. ഏത് അഭിഷക്തൻ? അഭിഷക്തൻ എന്നുള്ള പദം യേശുക്രിസ്തുവിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് സ്വത്രം വേദപണ്ഡിതന്മാർ ഒന്നടങ്കം പറയുന്നുണ്ട്. ഞാൻ അതിനോട് യോജിക്കുക. ഒരു അഭിഷക്തൻ എന്ന് പറഞ്ഞാൽ ആരാ? കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് അഭിഷേകം ചെയ്തു. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് കണ്ട അണ്ടനെ അടയോടനെയൊക്കെ അഭിഷക്തൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊന്നും ശരിയായ നിലവാരമല്ല. ഇനി അങ്ങനെ പറഞ്ഞോ, ഈ അഭിഷക്തൻ പറയുന്നത് എന്തായിരിക്കണം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും പത്തിക്കൊത്ത ഉപദേശം മാത്രമായിരിക്കണവും പറയേണ്ടത്. അല്ല വായിത്തോന്ന് പറഞ്ഞാൽ അഭിഷക്തനാകയില്ല. ഞാൻ മുമ്പോട്ട് പോട്ടെ. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഒരു ദൂതം എന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ. അവിടെ ഒരു കാര്യം പറയാൻ എനിക്ക് പ്രേരണയുണ്ട്. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരിലൂടെ തന്ന ഉപദേശം പറയാതെ അതിന് വിപരീതമായ ഉപദേശം പറഞ്ഞാൽ അവൻ ആരാ? നമ്മളിപ്പോൾ കൈ കൊടുക്കുന്ന ആർക്കൊക്കെയാ? പറഞ്ഞ ധൈര്യമായിട്ട്. ശപിക്കപ്പെട്ടവർക്ക് പലർക്കും കൈ കൊടുക്കുക. നമ്മൾ അവരെ വീട്ടിൽ വിളിച്ചിരുത്തി ചാപ്പാടും കൊടുത്ത് സ്വോത്രാഴ്ചയും കൊടുത്ത് വിടുന്നവർ വരെ ഉണ്ട് ഇവിടെ. മനസ്സിലായോ? ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്ന കാര്യമായത്. നമ്മളിൽ ആരും അങ്ങനെ ആകരുതേ. ശപിക്കപ്പെട്ടവരുമായിട്ട് നമുക്ക് യാതൊരു കൂട്ടായ്മയില്ല. ഏത് മഹാനാണെന്ന് പറഞ്ഞാലും ശരി. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജോലിയും കൂലിയും കളഞ്ഞിറങ്ങി വന്ന മനുഷ്യനാണ്. അതുകൊണ്ട് കർത്താവ് എന്നെ അല്പം വചനം പഠിപ്പിച്ചു എന്നാണ് എൻ്റെ ധാരണ. ഞാൻ അത് വെച്ചാണ് ഞാൻ പറയുന്നത്. ഈ ശപിക്കപ്പെട്ടവരുടെ ഉപദേശം കേൾക്കുകയോ ഈ ശപിക്കപ്പെട്ടവരുമായി ബന്ധം നമ്മൾ സ്ഥാപിച്ചാൽ നമ്മൾ ആരായിത്തീരും പാസ്റ്ററെ? നമ്മൾ ശപിക്കപ്പെട്ടവരായിത്തീരും. പിന്നെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ച് കൊണ്ടത് കുഴിച്ചിടാൻ നേരത്ത് പേർ വിളിക്കുന്ന നേരം കാണും. എൻ പേരെന്നൊക്കെ പറഞ്ഞ പേരൊന്നും കാണത്തില്ല. പാട്ടുപാടി സ്വോത്ര കാഴ്ചയൊക്കെ മേടിച്ച് എല്ലാവരെയും കൊണ്ട് കുടിച്ചിട്ട് ചാപ്പാടും കഴിച്ച് സന്തോഷമായിട്ട് ആള് നിരത്തി പോകും. തുറന്നങ്ങ് പറയുക. ഇനി നമുക്ക് അധികം സമയമില്ല. അപ്പോൾ ശിഷ്യന്മാർ തങ്ങളുടെ പിന്നാലെ വലിച്ചുകളെ വിപരീതവും പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങൾ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ഞാൻ 3 സംവത്സരം ഇടവിടാതെ, രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളീ. പൗലോസ് മിലോത്തോസിൽ വന്ന മൂപ്പന്മാരോട് പറഞ്ഞത് ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. ഈ പൗലൂസിൻ്റെ ഉപദേശങ്ങൾ ഓർത്തുകൊള്ളുക. പൗലൂസ് നമ്മളെ ബുദ്ധിപദേശം തന്നത് കർത്താവിൻ്റെ ദാസനിൽ ഇത്ര വർഷങ്ങളായി നമ്മൾ കേട്ടു. 5, 10, 15, 20 വർഷങ്ങളായി കേട്ടവരുണ്ട്. ഇപ്പം അവരെന്താ ചെയ്യുന്നേ? 50 കുടുംബങ്ങൾ സ്വത്രം കൂട്ടായ്മയിൽ വന്ന് കഴിയും. 50 കുടുംബം എവിടെ പോയി? ലോകത്തിൻ്റെ പിറകെ പോയി, സാത്താൻ്റെ പിറകെ പോയി. പൗലൂസ് പറഞ്ഞു ഇപ്പോൾ സാത്താൻ്റെ പിറകെ പോയല്ലോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സീരിയസ് ആയിട്ട് ഈ സന്ദേശം നമ്മൾ എടുക്കണം. സ്വോത്രം. അപ്പോൾ വിപരീത ദിവസം പ്രസ്താവിക്കുന്ന പുരുഷന്മാരുടെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞെന്ന് ഓർത്തുകൊള്ളുവീൻ. അടുത്ത വാക്യം 32-ാം വാക്യം വായിച്ചോട്ട് ഉടപ്പിച്ച ഉറച്ചു വായിക്കുക. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും, അടുത്ത അവന്റെ കൃപയുടെ വചനത്തിലും. നോക്കി, എത്ര മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്. പൗലൂസ് ദൈവസഭയെ ഏൽപ്പിച്ചു പോയത് അമേരിക്കക്കാരുടെ ലണ്ടക്കാർ അവരുടെ കാശുള്ളവന്റെ കയ്യിലൊന്നുമല്ല. കൃപയുടെ വചനത്തിൽ. സ്വത്രം. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്താൻ, വചനമാണ് ശുശ്രൂഷയാണല്ലോ നമുക്ക് ആത്മീയ വർധന കിട്ടുന്നത്. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും വിശുദ്ധന്മാരുടെ കൂടെ നിങ്ങൾക്ക് അവകാശം തരാൻ കഴിയുന്ന
ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ ഭരമേൽപ്പിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിൽ നിന്ന യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഇന്ന് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിൽ സഭ കിടക്കുക, അടിമനുഖത്തിൽ സഭ കിടക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിനെന്ന് വചനം പറയുമ്പോൾ ഉറച്ചു നിൽക്കാൻ കഴിയാതെ അടിമനുഖത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളുന്ന ആത്മീയ ഗോളത്തെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ന പത്യവചനത്തിലും പത്യോപദേശത്തിലും എന്ത് ചെയ്യാം? ഉറച്ചു നിൽക്കാം. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിൽ ഞാനിപ്പോൾ നിങ്ങളെ പരിമേൽപ്പിക്കുന്നു. അടുത്ത വാക്യം, ആരുടെയും വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല. ആരുടെയും വെള്ളിയും പൊന്നും ഞാൻ. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാര് അവരും അവരുടെ ഭാര്യമാരും ആഭരണമൊന്നും ഇടത്തൊന്നുമില്ല. അവിടെ വരുന്നവരൊക്കെ ആഭരണം വാരിക്കോരിയിടും. അതിന് ഇവർക്ക് ആർക്കും എന്തില്ല, ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ളവരോട് ഞാൻ പറയാറുള്ളത്, പാസ്റ്റർമാരെ നിങ്ങൾ കുറേ വാരിയിട്, 4-5 പവനൊക്കെ വാരിയിട്ട് ഭാര്യയ്ക്കും ഒരു 10-100 പവന് വിട്ടുകൊടുത്ത് അവരെയും കൊണ്ട് കിടക്കുക. അതാ മാന്യത. നിങ്ങളുടെ അവിടെ വരുന്ന ആഭരണം ഇട്ട് തുള്ളിച്ചാടുന്ന പെന്തക്കോസ്തുകാരെ എന്ത് ചെയ്യുക? അവർ കോശാന പാടുകയും ഇവരിതൊന്നും ഇടാതെ വിശുദ്ധന്മാരാണെന്ന് കാണിക്കുകയും ചെയ്യും. അല്ലല്ലോ, ഞാൻ ആഭരണം എന്നുള്ള വിഷയത്തിലേക്ക് പോകുന്നില്ല. അത് ദൈവവചനത്തിൻ്റെ ശരിയായ ഉപദേശം തന്നെയാണ്, അതിന് സംശയമില്ല. ഇത് സംശയമുള്ളവരെ ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ അവരുടെ സംശയ നിവാരണത്തിൻ്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മറുപടി വരാൻ തയ്യാറാണ്. ഇപ്പോൾ അത് പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചിലെ പാസ്റ്റർമാർ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൈ പേഴ്സ് എടുക്കുക, കാശില്ല. നിങ്ങളുടെ പേഴ്സിൽ കാശില്ല, നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് വളയുണ്ടെങ്കിൽ ഇടാം, നിങ്ങൾക്ക് മോതിരം ഉണ്ടെങ്കിൽ ഇടാം, നിങ്ങൾക്ക് മാലയുണ്ടെങ്കിൽ ഇടാം, നിങ്ങൾക്ക് മൂക്കുത്തി, നാക്കുത്തി, കാക്കുത്തി എവിടെയൊക്കെ കുത്തി ആഭരണം ഇട്ടിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് എടുത്തിടാം. ഞങ്ങളുടെ ദൈവദാസന്മാരാണ്, ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ എന്താ പൗലോസ് പറഞ്ഞത്? ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ മോഹിച്ചിട്ടില്ല. പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാനും കൂടി ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ വരുമ്പോൾ എന്താ പറഞ്ഞൊരു വാക്യം? മുടന്തരോട് എന്താ പറഞ്ഞ്? വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് എന്താ ഉള്ളേ? ദൈവത്തിൻ്റെ ശക്തി, ദ ഗോഡ് ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പവർ. പൗലോസ് പറഞ്ഞു, എനിക്ക് കൃപ മതി, ഞാനാകുന്നത് കൃപയാലാകുന്നു. ഒരു ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയും ദൈവശക്തിയും ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളും സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക, വിശ്വാസത്തിൽ സമ്പന്നരാകുക, പ്രത്യാശയിൽ സമ്പന്നരാകുക. സ്തോത്രം, സ്തോത്രം. സന്തോഷ സമൃദ്ധി ഉണ്ടായിരിക്കുക, കൃപയുടെയും നീതിദാനത്തിൻ്റെ സമൃദ്ധി ഉണ്ടായിരിക്കുക. ഇതാണ് ഒരു ദൈവവൃത്തനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത്. പാട്ട് പാടും, എൻ്റെ സമ്പത്ത് ഒന്നു ചൊല്ലുവാൻ മറ്റാരും യേശു മാത്രമേ ഉള്ളൂ സമ്പത്തെന്ന് പാട്ട് പാടും. വാരിക്കോരി കൂട്ടി വെച്ചിട്ട് അനീതിയുള്ള മാമോനെ സുവിശേഷം പ്രസംഗിച്ച് വാരിക്കോരി കൂട്ടി വെച്ചിട്ട് എൻ്റെ സമ്പത്ത് ഒന്നു ചൊല്ലുവാനുള്ള പാട്ടൊക്കെ നിർത്തിയിട്ട്, പാസ്റ്റർമാരെ, സുവിശേഷകന്മാരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് വിധേയപ്പെടാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഒരു എളിയ കർത്താവിൻ്റെ ദാസൻ എന്നുള്ളതിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ടിന് വേണ്ടി ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചു. സ്തോത്രം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുവീൻ. സ്തോത്രം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വളരെ ഘനമായൊരു സന്ദേശമാണ്. മണിക്കൂറുകൾ എടുത്തത് തെളിയിച്ച് പറയേണ്ടതിനാണ്. പറയേണ്ട കാര്യം നമ്മളെക്കാൾ കരുത്തനായ ശക്തനായ കർത്താവിൻ്റെ ദാസന്മാർ മധ്യത്തിലുണ്ട്. അവർ ശേഷമുള്ള സമയങ്ങൾ പ്രബോധിപ്പിക്കും. ഇവിടെ ടൈം ലിമിറ്റൊന്നുമില്ല, ഏത് സമയം വരെ നമുക്ക് പ്രബോധിപ്പിക്കാം. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാക്കുകൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് പഠിച്ച് ധ്യാനിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവമക്കൾ, ദൈവസഭ, ശുശ്രൂഷകന്മാർ, വിശ്വാസികൾ ഒരുങ്ങണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.